ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ടു ഡ്രീം വേൾഡ് യൂട്യൂബ് ചാനൽ. അങ്ങനെ നമുക്ക് പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോയാലോ? അങ്ങനെ ഞാനും ഇഷിൽ റെഡിയായിട്ട് താഴോട്ട് പോവുകയാണ് കേട്ടോ. താഴേക്ക് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഞങ്ങൾ താഴെ എത്തിയപ്പോൾ താഴെ ഒരു ഷോപ്പുണ്ട്, ഒരു ഷവർമ്മ കട. അവിടെ ഡെയിലി പോയിട്ട് ആ കടയിൽ ഒരു മലയാളി ചെക്കൻ്റെ കയ്യിൽ നിന്നും ക്യാരറ്റും കുക്കുമ്പറും ഉപ്പിലിട്ട് വാങ്ങിച്ച് തരും. അങ്ങനെ അതൊക്കെ അവൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കിട്ടിയവൻ നേരെ വാപ്പി എടുത്തിട്ട് ഓടി പോവുകയാണ്. വാപ്പി ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഞങ്ങളാണ്ട് കാറിനകത്ത് കയറി നേരെ ഷോപ്പിലോട്ട് പോവുകയാണ്. ഞാൻ പോയത് അബുദാബിയിലുള്ളൊരു മാർക്ക് ആൻഡ് സെവൻ എന്ന ഷോപ്പാണ് കേട്ടോ. ഒന്നും പറയാനില്ല, നല്ല വമ്പിച്ച ഓഫറുകളുണ്ടായിരുന്നു. ഇത് പ്രമാണിച്ച് നല്ല നല്ല ഓഫർ, നല്ല നല്ല ഡ്രസ്സ് നല്ല ഓഫർ കിട്ടുന്നുണ്ടായിരുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും വലിയവർക്കും എല്ലാവർക്കും നല്ല ഓഫറുള്ളൊരു കടയായിരുന്നു. പിന്നെ ഷെമീർക്ക് ദാണ്ട് ഷർട്ടൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ വീണ്ടും നേരെ ഇഷിൽ ട്രോളിയൊക്കെ പിടിച്ച് ഞങ്ങൾ ഇഷിലിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നേരെ നടന്നു. അങ്ങനെ കിഡ്സ് സെക്ഷനൊക്കെ നല്ല നല്ല ഓഫർ, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇഷിൽ ഞങ്ങൾ ഡ്രസ്സ് എടുത്ത് വീണ്ടും നല്ല ആണുങ്ങൾക്ക് പറ്റിയ നല്ല ട്രൗസർ പോലത്തെ സാധനങ്ങൾക്കും എല്ലാം ഓഫർ ഉണ്ടായിരുന്നു. ഈ കാതുകൊണ്ടെണ്ണം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം ഞങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് അവിടെ കുറേ കുട്ടികൾ ഈദ് പ്രമാണിച്ച് പാട്ടുകൾ പാടുന്നത് കണ്ടത്. അപ്പോൾ ഇഷലിനൊരാഗ്രഹം പാട്ട് പാടണമെന്ന്. അങ്ങനെ ഷെമീർക്ക് കൊണ്ടുപോയി ഇഷലിനെ പാട്ട് പഠിപ്പിക്കുകയാണ് കേട്ടോ. ഇഷൽ ഒന്നല്ല 2 പാട്ട് പാടി. എല്ലാവരും നല്ല രീതിയിൽ ക്ലാപ്പൊക്കെ ചെയ്തു. കുറേ പിള്ളേരുണ്ടായിരുന്നു. ഇത് പ്രമാണിച്ച് ഞങ്ങൾ പോയത് ഇതിൻ്റെ തലേന്നാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ഷോപ്പാണ്. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ പാടി. അപ്പം ഞാൻ കുറേ പുറകെ നിൽക്കുന്നതുകൊണ്ട് വീഡിയോ നല്ല ക്ലിയറായിട്ട് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം നല്ല തിരക്കുള്ള കടയായതുകൊണ്ടായിട്ട് അങ്ങനെ ഞാൻ അത്യാവശ്യം എനിക്ക് പറ്റുന്ന രീതിയിലുള്ള വീഡിയോ അവൾ പാടുന്ന എടുത്തിട്ടുള്ളൂ. അങ്ങനെ അതെല്ലാം എടുത്ത് ഞങ്ങൾ നേരെ താഴോട്ട് പോയി. താഴോട്ട് നമ്മൾ ബില്ലടിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ എല്ലാം ഞങ്ങൾ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് ബില്ലടിക്കുന്ന സമയത്താണ് ഒരു സാധനം കണ്ടത്. ഇഷിലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ്. നാട്ടിൽ വന്നതിന് ശേഷം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇഷിലത് കഴിച്ചിട്ടില്ല. എന്താണെന്നല്ലേ, നാരങ്ങ മിഠായി. അങ്ങനെ നാരങ്ങ മിഠായി ഇഷിൽ വാങ്ങിച്ചു കൊടുത്ത് ഇഷിൽ സന്തോഷമായി. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.